നിങ്ങളെ കാണുവാൻ വേണ്ടിയാണ് ഞാൻ വന്നത്, എമിൽ പറഞ്ഞു. നിങ്ങൾ ആരാണ്? പുഷ്പരാജ് ചോദിച്ചു. ഞാൻ ഈ ഹോട്ടലിൽ ഗിറ്റാർ വായിക്കുന്ന ആളാണ്. പേര് എമിൽ ഡിക്രൂസ്. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു സംഭവം നടന്നു. അവൻ പാൻസിന്റെ പോക്കറ്റിൽ നിന്നും ഒരു പൈന്റ് കുപ്പി വലിച്ചെടുത്ത് അതിന്റെ അടപ്പ് കടിച്ചു തുറന്ന് മദ്യം വായിലൊഴിച്ചു. കുപ്പി പഴയതുപോലെ അടച്ച് പോക്കറ്റിൽ തിരികിയ ശേഷം ഇടത് കൈപ്പുറം കൊണ്ട് അവൻ ചുണ്ടുകൾ തുടച്ചു. നിങ്ങളോടൊപ്പം ഞാൻ കുറേ ദിവസം മുമ്പ് ഒരു മാന്യനെ കണ്ടു. അയാൾക്ക് പ്രായം 50 വയസ്സോളം വരും. കഴിഞ്ഞ ദിവസം അയാൾ ഒരു പെണ്ണുമായി ഇവിടെ വന്നു. ആ പെണ്ണ് അയാളുടെ മകളാണെന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്കത് വിശ്വാസമില്ല. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത് എനിക്ക് ഇഷ്ടമില്ലെങ്കിലും ആ പെണ്ണ് അയാളുടെ മകളല്ല. എമിൽ ഡിക്രൂസ് പറഞ്ഞയാൾ വർമ്മയാണെന്ന് പുഷ്പരാജിന് മനസ്സിലായി. കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടി അഞ്ജുവാണെന്ന് തീർച്ചയാണ്. പക്ഷെ ഇയാൾ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഏതായാലും അയാൾ മുഴുവൻ പറയട്ടെ എന്ന് പുഷ്പരാജ് തീരുമാനിച്ചു. ബാക്കി കൂടി പറയൂ. പുഷ്പരാജ് എമിലിനെ പ്രോത്സാഹിപ്പിച്ചു. അവൻ വീണ്ടും മദ്യം പോക്കറ്റിൽ നിന്ന് എടുക്കുകയും ഒരു കവിൾ കുടിച്ച ശേഷം അതേ സ്ഥാനത്ത് വെക്കുകയും ചെയ്തു. ഉള്ളത് പറയാമല്ലോ. അയാൾ അവളെ ഇവിടെ മുറിയിൽ തനിച്ചാക്കിയ ശേഷമാണ് പോയത്. ഞാൻ വാതിൽ തട്ടിയപ്പോൾ അവൾ വാതിൽ തുറന്നു. ഞാൻ നോക്കിയപ്പോൾ അത് അവൾ തന്നെയായിരുന്നു. നിങ്ങൾ ആരെക്കുറിച്ചാണ് പറയുന്നത്? ഇവിടെ ക്യാബറെ നടത്തിക്കൊണ്ടിരിക്കുന്ന രജനി എന്ന പെൺകുട്ടിയെക്കുറിച്ച്. നിങ്ങൾ എന്താ അസംബന്ധമാണ് ഈ പറയുന്നത്? നിങ്ങൾ പറയുന്നത് ജഗന്നാഥ വർമ്മ എന്ന വലിയ മനുഷ്യനെ കുറിച്ചാണ്. അദ്ദേഹത്തിന്റെ മകളാണ് കൂടെ ഉണ്ടായിരുന്നത്. അല്ല, മിസ്റ്റർ എമിൽ ഡിക്രൂസ് ഉച്ചത്തിൽ പറഞ്ഞു. നിങ്ങൾക്കാണ് തെറ്റുപറ്റിയത്. അവൻ തുടർന്നു. ഈ ഹോട്ടലിൽ വന്നപ്പോൾ മുതൽ അവൾ എന്റെ കൂടെയായിരുന്നു. അവൾ ബോംബെയിൽ നിന്നാണ് വന്നത്. എനിക്ക് അവളെ നന്നായി അറിയാം. അവൻ ഇത്രമാത്രം തറപ്പിച്ച് പറഞ്ഞപ്പോൾ പുഷ്പരാജിന് സംശയമായി. അവൾ തന്റെ മുറിയിൽ കടന്നു വന്നതും അവളെ പിന്തുടർന്ന് 2 ഗുണ്ടകൾ എത്തിയതും അല്പം മുമ്പ് അവർ തന്നെ എതിരിട്ടതും അദ്ദേഹത്തിന്റെ മസ്തിഷ്കത്തിൽ കടന്നു. ചിലപ്പോൾ നിങ്ങൾക്ക് തെറ്റിയതാണോ? പുഷ്പരാജ് വീണ്ടും ചോദിച്ചു. അതെങ്ങനെയാ തെറ്റുപറ്റുന്നത്? 4 ദിവസം മുമ്പ് അവൾ എന്റെ കൂടെ ഉണ്ടായിരുന്നുവല്ലോ. നിങ്ങൾ പറഞ്ഞതിനെക്കുറിച്ച് ഞാൻ അന്വേഷിക്കുന്നുണ്ട്. അല്ല, എനിക്ക് വലിയ നിർബന്ധമൊന്നുമില്ല. പിന്നെ നിങ്ങൾ ഈ മുറിയിലേക്ക് കടക്കുന്നത് കണ്ടപ്പോൾ ഞാൻ പിന്നാലെ വന്നുവെന്നേ ഉള്ളൂ. നിങ്ങൾ അയാളൊരു മാന്യനാണെന്ന് പറഞ്ഞപ്പോൾ അവൾ അയാളുടെ കൂടെ കൂടിയതാണ് അത്ഭുതം. എമിൽ എണീറ്റുകൊണ്ട് പറഞ്ഞു. അത് കഴിഞ്ഞ് ആടി ആടി അവൻ അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. എമിൽ പോയി കഴിഞ്ഞപ്പോൾ പുഷ്പരാജിന്റെ ബോധ മനസ്സിൽ പഴയ സംഭവങ്ങൾ ഓരോന്നായി ഉടലെടുത്തു. ആ പെൺകുട്ടി തന്റെ അടുത്ത് വന്നതും അവൾ കഴിഞ്ഞകാല സംഭവങ്ങൾ വിവരിച്ചതും അതിനുശേഷം അവളെ വർമ്മയുടെ വീട്ടിൽ കൊണ്ടുചെന്നതാക്കിയതും ഓർമ്മിച്ചു. അത് കഴിഞ്ഞ് രാത്രിയിൽ അവിടെ ഉണ്ടായ സംഭവങ്ങളും അദ്ദേഹം വിലയിരുത്തി. എമിൽ പറഞ്ഞത് സത്യമാണെങ്കിൽ ഒരു ആൾമാറാട്ടം നടന്നിട്ടുണ്ട്. ആ ആൾമാറാട്ടത്തിന് സാക്ഷിയായത് താനാണെന്ന് ചിന്തിച്ചപ്പോൾ അദ്ദേഹത്തിന് പ്രയാസം തോന്നി. എമിൽ പറഞ്ഞത് സത്യമാണെങ്കിൽ വർമ്മയെ ഉടനടി രക്ഷിച്ചേ മതിയാകൂ. ഇനി അത് കള്ളമാണെങ്കിൽ അത് കൂടുതൽ കുഴപ്പത്തിന് വഴി തെളിക്കും. പുഷ്പരാജ് ഇന്റർകോം വഴി ഒരു ബോയിയെ വരുത്തുവാൻ ഏർപ്പാട് ചെയ്തു. കഴിഞ്ഞ ദിവസം എമിലുമായി ഏറ്റുമുട്ടിയത് ആരാണെന്ന് നിനക്കറിയാമോ? പുഷ്പരാജ് ചോദിച്ചു. ബാബു ആണ് സർ, അവൻ പറഞ്ഞു. ബാബുവിനോട് വരാൻ പറ. അവൻ പുറത്തേക്ക് പോയി. അല്പം കഴിഞ്ഞപ്പോൾ ബാബു വന്നു. അന്ന് എമിലുമായി വഴക്കുണ്ടാക്കിയത് നിങ്ങളാണോ? പുഷ്പരാജ് ചോദിച്ചു. ഞാൻ വഴക്കുണ്ടാക്കിയില്ല. പിന്നെ ഒരു വഴക്ക് ഒഴിവാക്കുകയായിരുന്നു. എന്താണ്, പറയൂ. ഇവിടെ ഒരാൾ ഈ ഹോട്ടലിൽ ഒരു ക്യാബറെ നർത്തകിയുമായി മുറിയെടുത്തു. ക്യാബറെ നർത്തകിയോ? അതെ, രജനി എന്നാണ് അവളുടെ പേര്. എമിലും അവളും അടുപ്പത്തിലായിരുന്നു. അവളുടെ കൂടെ മറ്റൊരാളെ കണ്ടപ്പോൾ അവന് കലി കയറി. അവൻ അവളെ ബലാത്കാരമായി പിടിക്കുവാൻ ശ്രമിച്ചു. പക്ഷേ അവളെ നല്ലൊരു തുക കൊടുത്ത് ആരോ അയാൾക്ക് കൊടുത്തതാണ്. ഇതൊക്കെ നീ എങ്ങനെ അറിഞ്ഞു? പണം കൊടുക്കാതെ പോകുമോ സർ? നിങ്ങൾ പറഞ്ഞത് സത്യമാണോ? ഞാൻ എന്തിനാണ് കള്ളം പറയുന്നത്? പറഞ്ഞാൽ തന്നെ എനിക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അവൻ പറഞ്ഞത് ശരിയായിരിക്കുമെന്ന് പുഷ്പരാജിന് തോന്നി. എമിൽ പറഞ്ഞതും ഇവൻ പറഞ്ഞതും ഒരേ തരത്തിലാണ് വന്നിരിക്കുന്നത്. ഇതിൽ കളിപ്പ് പറ്റിയിരിക്കുന്നത് തനിക്കാണ്. ഏതു വിധത്തിലെങ്കിലും അവളെ വർമ്മയുടെ വീട്ടിൽ നിന്ന് പറിച്ചെറിയേണ്ടത് അത്യാവശ്യമാണെന്ന് പുഷ്പരാജിന് തോന്നി. എന്തിനായിരിക്കും ഈ നാടകമൊക്കെ നടന്നത്? അദ്ദേഹം ആലോചിച്ചു. ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ആ പ്രതിമ കൈവശപ്പെടുത്താനായിരിക്കും എന്ന് അദ്ദേഹത്തിന് തോന്നി. ശരി, നിങ്ങൾ പോയിക്കോളൂ, അദ്ദേഹം ബാബുവിനോട് പറഞ്ഞു. അവൻ ഒരു മൂളിപ്പാട്ടും പാടി പോവുകയും ചെയ്തു. പുഷ്പരാജ് വർമ്മയുടെ വീട്ടിലേക്ക് ടെലിഫോൺ ചെയ്തു. ഫോൺ എടുത്തത് രജനിയായിരുന്നു. രജനിയല്ലേ സംസാരിക്കുന്നത്? പുഷ്പരാജ് ചോദിച്ചു. അതെ, അവൾ പറഞ്ഞു. രജനി തന്നെയല്ലേ?
അദ്ദേഹം വീണ്ടും ചോദിച്ചു. അവൾ വീണ്ടും അതേ ഉത്തരം തന്നെ നൽകി. പ്രതിമയുടെ കാര്യം എന്തായി? അദ്ദേഹം ചോദിച്ചു. ആരാണ് സംസാരിക്കുന്നത്? അതിന് മറുപടി കൊടുക്കുവാൻ പുഷ്പരാജ് കുഴഞ്ഞു. അപ്പുറത്ത് ഫോൺ വയ്ക്കുകയും ചെയ്തു. രജനിയെ സംബന്ധിച്ചുള്ള സംശയം അതോടെ പൂർത്തിയാവുകയും ചെയ്തു. തന്നെ വളരെ ലാഘവത്തോടെ അവർ കളിപ്പിച്ചു കളഞ്ഞു. ആരാണത് ചെയ്തെന്ന് യാതൊരു ഊഹവും ലഭിക്കുന്നില്ല. ഏതായാലും ജഗന്നാഥവർമ്മയുടെ മകളെ കാണാതായതും അത് സംബന്ധിച്ച എല്ലാ രഹസ്യവും അറിവുള്ള ആരോ ആണ് അത് ചെയ്തിട്ടുള്ളതെന്ന് വ്യക്തമാണ്. ആരായിരിക്കും അത്? പുഷ്പരാജ് ചിന്തിച്ചു നോക്കി. ഇനിയിപ്പോൾ ഉടനെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. രജനിയെ കഴിവതും വേഗം അവിടെ നിന്ന് മാറ്റുക. അവളിൽ നിന്നും ആരാണ് അവളെ ഇക്കാര്യത്തിന് പ്രചോദനം നൽകിയതെന്ന് കണ്ടുപിടിക്കണം. പുഷ്പരാജ് ഉടൻ തന്നെ വേഗം ജഗന്നാഥവർമ്മയുടെ വീട്ടിലേക്ക് യാത്രയായി. അദ്ദേഹം വീട്ടിലെത്തിയപ്പോൾ കൊച്ചമണി തമ്പുരാട്ടി മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. സാറെന്താ ഫോൺ ചെയ്യാതെ വന്നത്? അവരിപ്പോൾ പുറത്തേക്ക് പോയതേ ഉള്ളൂ, അവർ പറഞ്ഞു. എന്തിനാണ് പോയത്? മോക്കെന്തോ സാധനങ്ങൾ വാങ്ങണമെന്ന് പറഞ്ഞു. എവിടെ ആയിരിക്കും അവർ പോയത്? കോഴിക്കോട്ട് പോകുന്നു എന്നാണ് പറഞ്ഞത്. പുഷ്പരാജ് പിന്നീട് അവിടെ നിന്നില്ല. നേരെ ഹോട്ടലിലേക്കാണ് പോയത്. പുഷ്പരാജിന്റെ ഫോൺ വന്നയുടനെ രജനി അങ്കലാപ്പിലായി. അവിടെ നിന്ന് ഏത് വിധേനയും രക്ഷപ്പെടണമെന്ന് അവൾ തീരുമാനിച്ചു. അല്ലെങ്കിൽ അപകടമാണ്. എനിക്ക് 2-3 സാരി വേണം, അവൾ വർമ്മയോട് പറഞ്ഞു. അതിനെന്താ മോളെ, പോകാമല്ലോ. വർമ്മയും മകളും കോഴിക്കോട്ടേക്ക് യാത്രയായി. ജൗളിക്കടയിൽ കയറി സാരികൾ വാങ്ങിക്കഴിഞ്ഞപ്പോൾ അവൾക്ക് ആഹാരം കഴിക്കണമെന്ന് പറഞ്ഞു. വർമ്മയും അവളും കൂടി ഹോട്ടലിൽ എത്തി. പഴയ ഹോട്ടലിൽ തന്നെയാണ് വർമ്മ ചെന്നത്. അന്ന് മകളെ അപമാനിക്കുവാൻ ശ്രമിച്ചവനെ ഇത്തവണ പിടികൂടണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. ഭക്ഷണം കഴിഞ്ഞ് അവൾ ബാത്റൂമിൽ കയറി വരാമെന്ന് പറഞ്ഞ ശേഷം പോയി. 30 മിനിറ്റ് സമയത്തോളം കാത്തിരുന്നിട്ടും മകളെ കാണാതെ വന്നപ്പോൾ വർമ്മ പരിഭ്രാന്തനായി. അദ്ദേഹം ആകെ വിഷമിച്ചു. ആരോടാ ചോദിക്കുക? വർമ്മ ചുറ്റും നോക്കി. ബാത്റൂമിൽ കയറി വരാമെന്ന് പറഞ്ഞാണ് അവൾ പോയത്. സാധാരണ ഇങ്ങനെയുള്ള ഹോട്ടലിൽ അപകട സാധ്യത കുറവാണ്. അങ്ങനെ ആരും അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കില്ല. സ്ത്രീകൾ കയറുന്ന ടോയ്ലറ്റിൽ വാച്ചർമാർ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. ഇനി എന്തു ചെയ്യും? വർമ്മ സ്വയം ചോദിച്ചു. അതിനുശേഷം അദ്ദേഹം ഒരു ബെയററെ വിളിച്ചു. അയാൾ അടുത്ത് വന്ന് ഭവ്യതയോടെ നിന്നു. ഇവിടെ എൻ്റെ കൂടെ ഭക്ഷണം കഴിച്ച പെൺകുട്ടി ബാത്റൂമിൽ പോയിട്ട് വളരെ സമയമായി, വന്നു കാണുന്നില്ല, വർമ്മ പറഞ്ഞു. അത് അവൻ ടോയ്ലറ്റിന്റെ ഭാഗത്തേക്ക് നോക്കി നിന്നു. കുറേ സമയമായി, എന്തായാലും അവളെ ഒന്ന് വിളിക്കണമല്ലോ. വർമ്മ ധൃതി വെച്ചു. ഞാനൊന്ന് നോക്കട്ടെ. ബെയറർ ചുറ്റു നോക്കി. അതിനുശേഷം 3 യുവതികൾ ഇരിക്കുന്ന ഒരു ടേബിളിന്റെ അടുത്ത് ചെന്നു. ആ പെൺകുട്ടികൾ കോളേജിൽ പഠിക്കുന്നവർ ആയിരുന്നു. ബെയറർക്ക് പരിചയമുള്ളവരും. ടെസി, ഒരു ഉപകാരം ചെയ്യുമോ? ബെയറർ അതിൽ ഒരാളോട് ചോദിച്ചു. എന്തു വേണം? അവൾ തിരക്കി. ആ ടോയ്ലറ്റിനുള്ളിൽ ഒരു പെണ്ണ് കയറിയിട്ട് സമയം വളരെയായി. അവളുടെ അച്ഛനാണ് ആയിരിക്കുന്നത്. ആകെ വിഷമിച്ചിരിക്കുക. ടെസി പോയി ഒന്ന് നോക്കാമോ? അയാൾ ചോദിച്ചു. നിർബന്ധമാണെങ്കിൽ നോക്കാം. ഒരു സോറി പറഞ്ഞാൽ മതിയല്ലോ. അവൾ എണീറ്റ് നടന്നു. ബാത്റൂമിന്റെ വാതിലിൽ ചെന്ന് അവൾ തട്ടി. അകത്ത് പ്രതികരണമുണ്ടായില്ല. 1-2 തവണ കൂടി തട്ടിയ ശേഷം അവൾ വാതിൽപ്പാളി അകത്തേക്ക് തള്ളി. അത് തുറന്നു. ഇങ്ങ് വന്നേ, ടെസി ബെയറെ വിളിച്ചു. അയാൾ അടുത്തു ചെന്നു. ഇതിനുള്ളിൽ ആരുമില്ല, ടെസി പറഞ്ഞു. അവൾ പറഞ്ഞത് ശരിയായിരുന്നു. ബാത്റൂം ശൂന്യമായിരുന്നു. ബെയറർ മടങ്ങി വന്നു. എന്താ, കണ്ടോ? ജഗന്നാഥവർമ്മ ആകാംക്ഷയോടെ ചോദിച്ചു. ഇല്ല, അതിനുള്ളിൽ ആരുമില്ല, ബെയറർ പറഞ്ഞു. ഈശ്വര! വർമ്മയ്ക്ക് എന്ത് ചെയ്യണമെന്ന് നിശ്ചയമില്ലായിരുന്നു. അദ്ദേഹം എണീറ്റ് ബാത്റൂമിന്റെ വാതിൽക്കിൽ ചെന്നു. നിരാശയായിരുന്നു ഫലം. ഇനിയുള്ള ഏക മാർഗം പുഷ്പരാജിനെ വിവരമറിയിക്കുക എന്നതായിരുന്നു. അദ്ദേഹം ഹോട്ടൽ ബിൽ കൊടുത്ത ശേഷം പുറത്തു വന്നു. കുറേ സമയം കൂടി അവിടെ നിന്നു. പക്ഷേ രജനിയെ കാണുവാൻ കഴിഞ്ഞില്ല. രജനിക്ക് സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. അവൾ ബാത്റൂമിന്റെ വാതിൽക്കിൽ എത്തിയപ്പോൾ അപരിചിതനായ ഒരാൾ അല്പം മാറി നിന്ന് അവളെ വിളിച്ചു. അവൾ അടുത്തേക്ക് ചെന്നു. എൻ്റെ കൂടെ ഉടൻ പോരണം, അല്ലെങ്കിൽ ആപത്താണ്, അയാൾ പറഞ്ഞു. എങ്ങോട്ടാ? അവൾ ചോദിച്ചു. അതൊക്കെ അങ്ങ് ചെന്നിട്ട് പറയാം. ആ ഇരിക്കുന്ന ആൾ തിരക്കില്ലേ? അവൾ ചോദിച്ചു. അത് നമ്മൾ എന്തിനു വിഷമിക്കണം? വരൂ, വേഗം, താമസിക്കരുത്, അയാൾ നിർബന്ധിച്ചു. രജനി അയാളെ പിന്തുടർന്നു. ജഗന്നാഥവർമ്മ വീട്ടിലെത്തി. കാറിൽ നിന്ന് അയാൾ മാത്രം ഇറങ്ങുന്നത് കണ്ടപ്പോൾ കൊച്ചമണി തമ്പുരാട്ടി സംശയത്തോടെ നോക്കി. അവൾ എവിടെ? അവർ ചോദിച്ചു. അത് ബാക്കി പറയുവാൻ ശേഷിയില്ലാതെ വർമ്മ കസേരയിൽ വന്നിരുന്നു. എന്താ ഒന്നും മിണ്ടാത്തത്? അവളെവിടെ? അവർ നിർബന്ധിച്ചു. എന്തു മറുപടി കൊടുക്കണമെന്നറിയാതെ ജഗന്നാഥവർമ്മ വിഷമത്തിലായി.
കൊച്ചുമണി തമ്പുരാട്ടി അടുത്തു വന്നപ്പോൾ ഭർത്താവ് വിങ്ങിക്കരയുന്നതാണ് കണ്ടത്. എന്താ എന്താണ് ഉണ്ടായത്? അവർ ചോദിച്ചു. അഞ്ജുവിനെ കാണാതായി ഹോട്ടലിൽ വെച്ച്. എന്താണ് ഈ പറയുന്നത് നേരാണോ? എനിക്ക് വിശ്വാസമാവുന്നില്ല. അവർ കൊഴിഞ്ഞതുപോലെ വർമ്മയ്ക്കെതിരായി കസേരയിലിരുന്നു. പരസ്പരം അവർക്ക് നോക്കാൻ പോലും കഴിഞ്ഞില്ല. ഈ സമയം രജനി ഹോട്ടലിൽ നിന്ന് തന്നെ വിളിച്ച അപരിചിതന്റെ കൂടെ പുറത്തു വന്നു. അപ്പോൾ വർമ്മ നിൽക്കുന്നത് കണ്ടു. അവർ തണലിലേക്ക് മാറി നിന്നു. എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്? രജനി ചോദിച്ചു. അതൊക്കെ അവിടെ ചെന്നിട്ട് പറയാം. അയാൾ പരുക്കൻ സ്വരത്തിൽ മറുപടി കൊടുത്തു. അല്പം കഴിഞ്ഞപ്പോൾ വർമ്മ കാർ ഡ്രൈവ് ചെയ്ത് അപ്രത്യക്ഷനായി. രണ്ടാളും വെളിച്ചത്തിലേക്ക് വന്നു. ഒരു ഫിയറ്റ് കാർ അവരെ കാത്തു കിടക്കുന്നുണ്ടായിരുന്നു. രജനി പിൻസീറ്റിൽ കയറിക്കോളൂ, അയാൾ പറഞ്ഞു. അവൾ അനുസരിച്ചു. കാർ പതുക്കെ മുന്നോട്ട് നീങ്ങി. അവിടെ ഇത്രയും നാൾ താമസിച്ചിട്ട് പ്രതിമ കണ്ടെത്താനായില്ലേ? അയാൾ ചോദിച്ചു. ഇല്ല. അപ്പോ ഇതുവരെ അവിടെ നിന്നത് വെറുതെയായി അല്ലേ? അങ്ങനെയല്ല, ഞാൻ പരിശ്രമിക്കുന്നുണ്ട്. എന്തോന്ന് പരിശ്രമിക്കുന്നു? ഇതിനൊക്കെ വഴക്ക് കേൾക്കേണ്ടത് ഞാനാണ്, അയാൾ പറഞ്ഞു. അതിന് നിങ്ങളെ ഞാൻ അറിയില്ലല്ലോ, രജനി പറഞ്ഞു. നമ്മൾ ആരും തന്നെ പരസ്പരം അറിയാതിരിക്കുന്നതാണ് നല്ലത്. അയാൾ കാർ വലതുവശത്തേക്ക് തിരിച്ചു നിർത്തി. പടർന്നു നിന്ന ഒരു മരച്ചുവട്ടിലായിരുന്നു കാർ നിർത്തിയത്. അവിടെ ഒരു അംബാസഡർ കാർ കിടന്നിരുന്നു. ഇനി ഈ കാറിലാകാം നമ്മുടെ യാത്ര, അയാൾ പറഞ്ഞു. രജനിക്ക് അയാളെ അനുസരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അവൾ കാറിൽ കയറി. കാർ മുന്നോട്ട് പാഞ്ഞു. ഈ അവസരത്തിൽ ഉസ്മാന് ഒരു അറിയിപ്പ് കിട്ടി. വളരെ വേഗം കടപ്പുറത്ത് ചെല്ലണമെന്നായിരുന്നു വിവരം. അയാൾ ഉടൻ തന്നെ കടപ്പുറത്തേക്ക് പാഞ്ഞു. അവിടെ എത്തിയപ്പോൾ ആരും തന്നെ കാത്തു നിൽക്കുന്നതായി കണ്ടില്ല. എന്നാൽ വിജനമായ ആ കടപ്പുറത്ത് ഒരു കാർ കിടന്നിരുന്നു. ഉസ്മാൻ കാറിനടുത്തേക്ക് ചെന്നു. അയാൾ അല്പസമയം സംശയിച്ചു നിന്ന ശേഷം കാറിന്റെ ഡോർ തുറന്നു. അപ്പോൾ കാറിനുള്ളിൽ നിന്നും ഒരു മൃതശരീരം പുറത്തേക്ക് വീണു. ആ രൂപം ഉസ്മാന്റെ കാൽച്ചുവട്ടിലാണ് വീണത്. അയാൾ പെട്ടെന്ന് പിന്നോട്ട് മാറി. കമിഴ്ന്നു വീണ ആ ജഡത്തിൽ ഒരു നൈറ്റ് ഗൗൺ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഉസ്മാൻ പോക്കറ്റിൽ നിന്ന് പെൻ ടോർച്ച് എടുത്ത് തെളിച്ചു. ചരിഞ്ഞ് മണലിൽ അമർന്നു കിടക്കുന്ന ആ മുഖം തനിക്ക് പരിചയമുള്ളതുപോലെ അയാൾക്ക് തോന്നി. പോക്കറ്റിൽ നിന്നും പെൻ ടോർച്ച് എടുത്ത് ഉസ്മാൻ ആ മുഖത്തേക്ക് തെളിച്ചു. അയാൾ അറിയാതെ തേങ്ങി. അത് വർമ്മയുടെ മകളായി അന്ന് ബംഗ്ലാവിൽ കണ്ട പെൺകുട്ടിയുടെ ജഡമായിരുന്നു. ഉസ്മാന് തല ചുറ്റുന്നത് പോലെ തോന്നി. അയാൾ പിന്തിരിഞ്ഞ് അതിവേഗം നടന്ന് തന്റെ കാറിനുള്ളിൽ കയറി. വിറയ്ക്കുന്ന കൈകളോടെ കാർ സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് പോയി. അടുത്ത ദിവസം സായാഹ്ന പത്രങ്ങളിൽ ആ വാർത്തയ്ക്ക് അമിതമായ സ്ഥാനം ലഭിച്ചു. ജഗന്നാഥവർമ്മയുടെ മകൾ കൊല്ലപ്പെട്ടു എന്നായിരുന്നു തലക്കെട്ട്. പഴയ ഒരു നാടുവാഴി കുടുംബത്തിൽപ്പെട്ടതും നഗരത്തിലും അയൽ സംസ്ഥാനങ്ങളിലും പല വ്യാപാര സ്ഥാപനങ്ങളുമായി ബന്ധമുള്ള ആളുമായ ജഗന്നാഥവർമ്മയുടെ ഏക മകൾ അഞ്ജു അജ്ഞാതമായ ചില കാരണങ്ങളാൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. മരണകാരണം എന്തെന്നറിയാൻ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. വർമ്മയെ ചോദ്യം ചെയ്ത ശേഷം ജാമ്യത്തിൽ വിട്ടയച്ചിരിക്കുന്നു. കൊലപാതകം വളച്ചൊടിക്കുവാനും അന്വേഷണം ദുർബലപ്പെടുത്തുവാനും ചില താൽപര്യകക്ഷികൾ ശ്രമിക്കുന്നതായി ഞങ്ങളുടെ ലേഖകൻ റിപ്പോർട്ട് ചെയ്യുന്നു. വാർത്തകൾ പൊടിപ്പും തൊങ്ങലും വെച്ച് വന്നു. ഡിറ്റക്റ്റീവ് പുഷ്പരാജിന് സത്യാവസ്ഥ അറിയാവുന്നതുകൊണ്ട് വർമ്മയെ അന്വേഷണത്തിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് മറ്റു ചിലരുടെ മേൽ നോട്ടമിടാൻ പോലീസ് തീരുമാനിച്ചു. മരണം നടന്നതിന്റെ പിറ്റേ ദിവസം എമിൽ ഡിക്രൂസിനെ രഹസ്യമായി പോലീസ് വിളിപ്പിച്ചു. എമിൽ ശാന്തനായിരുന്നു. അന്വേഷണത്തിന്റെ ചുമതല പുഷ്പരാജിനായിരുന്നു. മിസ്റ്റർ എമിൽ, നിങ്ങൾ ഒരിക്കലും അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുകയില്ലെന്ന് എനിക്കറിയാം, പുഷ്പരാജ് പറഞ്ഞു. ഇല്ല സർ, ഞാനത് ചെയ്തിട്ടില്ല. എനിക്കതിന് കഴിയില്ല സർ. ഒരു ഉറുമ്പിനെ പോലും ഞാൻ മനസ്സറിഞ്ഞ് കൊന്നിട്ടില്ല. അവൻ വല്ലാതെ പതറി കാണപ്പെട്ടു. എങ്കിലും മിസ്റ്റർ എമിൽ, ചില വിവരങ്ങൾ എനിക്ക് നൽകിയേ പറ്റൂ. കാരണം മരിച്ച രജനിയുമായി ഏറ്റവും കൂടുതൽ അടുപ്പമുള്ളത് നിങ്ങൾക്ക് മാത്രമാണ്. അത് നിങ്ങൾ ഒരിക്കൽ എന്നോട് സമ്മതിച്ചതാണ്. പുഷ്പരാജ് എമിലിനെ തറപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു. അത് ഞാൻ സമ്മതിച്ചു സർ. പക്ഷേ കഴിഞ്ഞ 2 ദിവസങ്ങളായി ഞാൻ അവളെ കണ്ടിട്ടില്ല. നിങ്ങൾ ഹോട്ടലിൽ വെച്ച് എപ്പോഴാണ് അവളെ കണ്ടത്? അവൾ എൻ്റെ മുറിയിൽ വരികയാണ് ചെയ്തത്. എപ്പോൾ? അന്ന് ആ മനുഷ്യൻ്റെ കൂടെ വന്നപ്പോൾ. അയാളിൽ നിന്നും അവൾ രക്ഷപ്പെട്ടു. അതെന്തിനാണെന്നാണ് അവൾ പറഞ്ഞത്? അവളുടെ കള്ളത്തരം പുറത്തായെന്ന് പറഞ്ഞു. എന്ത് കള്ളത്തരം? അവൾ ആ മനുഷ്യൻ്റെ മകളായി വേഷം കിട്ടുകയായിരുന്നു. അതെന്തിനാണ്? ഒരു പ്രതിമയുടെ കാര്യത്തിനാണെന്ന്. ആരാണ് പറഞ്ഞത്? അവൾ തന്നെയാണ് പറഞ്ഞത്. എവിടെയാണ് പ്രതിമ? ആ മനുഷ്യൻ്റെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു. നിങ്ങളല്ലേ അവളെ പറഞ്ഞയച്ചത്? അയ്യോ, ഞാനല്ല. നിങ്ങൾക്ക് പ്രതിമ ആവശ്യമില്ലെന്ന് എനിക്കറിയാം. മറ്റാരോ നിങ്ങളെ നിർബന്ധിച്ചില്ലേ? ഇല്ല സർ. പുഷ്പരാജ് എമിലിനെ സൂക്ഷിച്ചു നോക്കി.
പോക്കറ്റിൽ നിന്നും സിഗരറ്റ് കേസ് എടുത്ത് തുറന്ന് ഒരു സിഗരറ്റ് എമിലിന് കൊടുത്തു. ഒന്ന് അദ്ദേഹവും ചുണ്ടിൽ വെച്ചു. പുഷ്പരാജ് തന്നെ ലൈറ്റർ തെളിച്ച് എമിലിന്റെ സിഗരറ്റിന്റെ അഗ്രത്ത് തീ കൊടുത്തു. നന്ദി സർ. നിങ്ങളല്ലാതെ മറ്റാരെങ്കിലും അവളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായി അറിയാമോ? ആ മനുഷ്യൻ. അയാളല്ലാതെ? അതല്ലാതെ ഹോട്ടലിലെ ബോയ്സിനെ വിളിച്ചറിയാം. അവളുമായി കൂടുതൽ അടുപ്പമുള്ള ബോയ് ആരാണ്? എമിൽ ആലോചനയിലാണ്ടു. അവളെ കാണാതാകുന്നതിന് മുമ്പ് ആരുമായിട്ടാണ് കൂടുതൽ അടുപ്പമുണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ മതി. ബാബു ചിലപ്പോൾ അവളുമായി സംസാരിച്ചിരുന്നു. മരിച്ച ദിവസം അവളെ കാറിൽ കൊണ്ടുപോയത് ഹോട്ടലിൽ നിന്നായിരുന്നു? പുഷ്പരാജ് ചോദിച്ചു. എനിക്ക് അറിഞ്ഞുകൂടാ സർ. നിങ്ങളപ്പോ സ്ഥലത്തില്ലായിരുന്നോ? എപ്പോഴാണ് സർ? അവളെ കാറിൽ കൊണ്ടുപോകുമ്പോൾ ഞാൻ കണ്ടില്ല സർ. ക്യാബറേ ഡാൻസുകാർ ആരോടെങ്കിലും പറയാതെ ഹോട്ടൽ വിട്ടു പോകുമോ? പറയാതെ പോവില്ല. എമിലിന്റെ അഭിപ്രായത്തിൽ അവൾ ആരോടാണ് പറയുക? ബാബുവിനോട് പറഞ്ഞേക്കും. പുഷ്പരാജ് ഹോട്ടൽ ബോയി ആയ ബാബുവിനെ വിളിക്കാൻ ഏർപ്പാട് ചെയ്തു. എമിലിനെ വിട്ടയച്ചു. 40 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ബാബു വന്നു. എമിൽ ആ സംഭവവുമായി ബന്ധപ്പെട്ടിട്ടില്ലെന്ന് ചോദ്യം ചെയ്തപ്പോൾ പുഷ്പരാജിന് മനസ്സിലായി. എങ്കിലും ബാബുവിനെ ലഭിക്കുവാൻ ആ പ്രവൃത്തി ഒരു കാരണമായി ഭവിച്ചു. 25 കഴിഞ്ഞ ബാബു ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു. അന്ന് രജനിയെ ആക്രമിക്കുവാൻ എമിൽ ശ്രമിച്ചപ്പോൾ അതിൽ നിന്നും അയാളെ പിന്തിരിപ്പിച്ചത് ബാബു ആയിരുന്നു. അതിന്റെ പ്രതികാരമായിട്ടാണോ എമിൽ ബാബുവിന്റെ പേര് പറഞ്ഞതെന്ന് പുഷ്പരാജിന് സംശയമുണ്ടായിരുന്നു. ഞാൻ ബാബുവിനെ വിളിപ്പിച്ചത് എന്തിനാണെന്ന് അറിയാമോ? പുഷ്പരാജ് ചോദ്യം ആരംഭിച്ചു. ഇല്ല സർ, അവൻ നിഷേധ രൂപത്തിൽ പറഞ്ഞു. അത് കൊള്ളാം. പുഷ്പരാജ് ചിരിച്ചുകൊണ്ട് അവന്റെ നേരെ കണ്ണോടിച്ചു. ബാബു ഒന്നും സംസാരിക്കാതെ തറയിൽ നോക്കി നിന്നു. ബാബു അടുത്ത നാളിൽ ഒരു ടേപ്പ് റെക്കോർഡർ വാങ്ങിയില്ലേ? അതിന് എന്ത് വില കൊടുത്തു? പുഷ്പരാജ് സാധാരണ മട്ടിൽ ചോദിച്ചു. 2500 രൂപ കൊടുത്തു. നാഷണൽ പാനാസോണിക് ആണല്ലേ? അതെ. അവൻ അത്ഭുതത്തോടെ പുഷ്പരാജിന്റെ നേരെ നോക്കി. താൻ വളരെ രഹസ്യമായിട്ടാണ് അത് വാങ്ങിയത്. വാങ്ങിയ ഉടൻ തന്നെ വീട്ടിൽ കൊണ്ടുപോയി വയ്ക്കുകയും ചെയ്തു. ഇത്ര കൃത്യമായി തൻ്റെ മുന്നിലിരിക്കുന്ന ആൾ എങ്ങനെ മനസ്സിലാക്കിയതെന്ന് ചിന്തിച്ചപ്പോൾ അവന് അതിശയം തോന്നി. പിന്നെ ഈ മോതിരവും വാങ്ങി അല്ലേ? അവൻ ആകെ വല്ലാതായി. താൻ നിൽക്കുന്ന പാദത്തിന്റെ അടിഭാഗം വിണ്ടുകീറുന്നത് പോലെയും അഗാധ ഗർത്തത്തിലേക്ക് താണു പോകുന്നത് പോലെയും അവന് തോന്നി. അതെ. ഇത്ര പെട്ടെന്ന് എന്തിനാണ് അതൊക്കെ വാങ്ങിയത്? അടുത്തെങ്ങാനും കല്യാണം കഴിക്കുന്നുണ്ടോ? ഇല്ല സർ. പിന്നെ കാശ് കിട്ടിയതുകൊണ്ട് വാങ്ങി ഇല്ലേ? അല്ലെങ്കിലും പണം കയ്യിൽ വെച്ചുകൊണ്ട് നടന്ന ചെലവായി പോവും. അത് നന്നായി. ഡിറ്റക്റ്റീവ് പുഷ്പരാജ് വളരെ സാവകാശമായിട്ടാണ് ബാബുവിനോട് സംസാരിച്ചത്. അവനെ ഭയപ്പെടുത്തുകയോ മറ്റോ ചെയ്തില്ല. ബാബു അവിടെ ഇരിക്കെ. അദ്ദേഹം അവനോട് കസേര ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ മടിച്ചു മടിച്ച് കസേരയിലിരുന്നു. ഈയിടെയാണോ ബോണസ് കിട്ടിയത്? അദ്ദേഹം തിരക്കി. അല്ല. പിന്നെ? അവൻ അതിന് മറുപടി കൊടുക്കാതെ പരുങ്ങി നിന്നു. പറ, എന്തിനാണ് മടിക്കുന്നത്? ഞാൻ അതിനൊന്നും പറഞ്ഞില്ലല്ലോ. അതെനിക്ക് ഒരു ചിട്ടി പിടിച്ച് കിട്ടിയതാണ്. അത് ശരി. ഞാൻ വിചാരിച്ചു 10,000 രൂപ എങ്ങനെയാണ് ഒരുമിച്ച് കിട്ടിയതെന്ന്. ചിട്ടിക്ക് എന്താണ് ഈട് കൊടുത്തത്? വീടും പറമ്പും. അവൻ പെട്ടെന്ന് പറഞ്ഞു. ആരുടെ? ഞങ്ങൾ താമസിക്കുന്ന. അതിന് ബാബു വാടകയ്ക്കല്ലേ താമസിക്കുന്നത്? അവന്റെ ഉമിനീര് പോലും വറ്റിപ്പോകുന്ന മറുപടിയായിരുന്നു അത്. അവൻ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാനിന്റെ അടിയിലും വിയർത്തുപോയി. വല്ലാത്ത ചൂട് അല്ലേ? ഷർട്ട് അഴിച്ച് ആ ബ്രാക്കറ്റിലിട്. വിയർക്കുന്നത് നല്ലതല്ല. പുഷ്പരാജ് ഒരു സിഗരറ്റ് ചുണ്ടിൽ തിരുകി ലൈറ്റർ തെളിച്ചുകൊണ്ട് എണീറ്റ് ഫോണിന്റെ അടുത്ത് പോയി നിന്നു. അദ്ദേഹം അവിടെ നിന്നു. ടെലിഫോൺ ഡയറക്ടറി എടുത്തുകൊണ്ട് വീണ്ടും വന്നിരുന്നു. അപ്പോ ബാബു ഏത് ചിട്ടി ഫണ്ടിൽ നിന്നാണ് പണം വാങ്ങിയത്? പുഷ്പരാജ് ഡയറക്ടർ മറിച്ചുകൊണ്ട് ചോദിച്ചു. അത് അത് പറഞ്ഞോളൂ, അല്ലെങ്കിൽ ഞാൻ പറയാം. സമരിയാസ് സമരിയാസ് ഫിനാൻഷ്യൽ എന്റർപ്രൈസ്. പിന്നെയും കുറെ ചിട്ടി ഫണ്ടുകളുടെ പേരുകൾ അദ്ദേഹം പറഞ്ഞു. ഇവയിൽ ഏതാണ്? ബാബുവിന് മറുപടി ഉണ്ടായിരുന്നില്ല. അതെന്താ ബാബു, ചിട്ടി കമ്പനി ഓർമ്മയില്ലേ? സ്വരം പതറി. എന്തിനാ കരയുന്നത്? ഞാനതിന് തല്ലിയില്ലല്ലോ. ബാബു ഇതുവരെ പറഞ്ഞ സത്യമല്ലേ? സത്യം പറയുന്ന ഒരാളെ ഞാൻ ഒരിക്കലും ഉപദ്രവിക്കുകയില്ല. പുഷ്പരാജ് കൈകൾ കൂട്ടി തിരുമ്മിക്കൊണ്ട് പറഞ്ഞു. സാർ, എന്നെ ഉപദ്രവിക്കരുത്. എനിക്ക് ഒരാൾ പണം തന്നതാണ്. എന്തിന്? രജനിയുമായി ഒരു ഏർപ്പാടുണ്ടാക്കിയതിന്. ഏർപ്പാടോ? അതിനവൾ മരിച്ചില്ലേ? ബാബുവും മറ്റൊരാളും കൂടിയല്ലേ അവളെ കടപ്പുറത്ത് കൊണ്ടുപോയത്? കൂടെ ഉണ്ടായിരുന്നത് ആരായിരുന്നു? ഇടിവെട്ടേറ്റതുപോലെ ബാബു ഇരുന്നു പോയി.
അയാൾ ആരായിരുന്നു? പുഷ്പരാജ് വീണ്ടും ചോദിച്ചു. ബാബു അത്ഭുതം നിറഞ്ഞ മിഴിയോടെ പുഷ്പരാജിന്റെ മുഖത്തേക്ക് തന്നെ തുറച്ചു നോക്കി. ബാബു എന്താ അത്ഭുതപ്പെടുന്നത്? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ബാബു കുറ്റം ചെയ്തതാണെന്ന് ഞാൻ പറയുന്നില്ല. കൂട്ടുപോയതെന്ന് മാത്രമേ ഉള്ളൂ. അതും എനിക്കറിയാം. കൂടെ ഉണ്ടായിരുന്ന ആളെ പറ്റി പറഞ്ഞ ബാബുവിന് രക്ഷപ്പെടാൻ കഴിയും. എനിക്ക് അയാളെ നല്ല പരിചയമില്ല, ബാബു പറഞ്ഞു. പരിചയമില്ലാത്ത ഒരാളുടെ കൂടെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമോ? ആളെക്കുറിച്ച് എനിക്ക് യാതൊരു വിവരവുമില്ല. അതെനിക്കറിയാം. ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആരും സ്വന്തം പേര് വെളിപ്പെടുത്താറില്ല. മാത്രമല്ല സ്ഥലത്തെക്കുറിച്ചും വിവരം കാണില്ല. എന്നാ ഞാൻ 2-3 ഫോട്ടോ കാണിക്കാം. അതിലാരാണെന്ന് പറഞ്ഞാൽ മതി. ചിലപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആൾ ഫോട്ടോയിൽ കണ്ടില്ലെന്നും വരും. എങ്കിലും ബാബുവിന് പരിചയമുള്ള ആരെങ്കിലും ഫോട്ടോയിൽ തീർച്ചയായും കാണും. പുഷ്പരാജ് ഡയറിയിൽ നിന്നും ആദ്യം ഒരു ഫോട്ടോ കാണിച്ചു. അത് കണ്ടപ്പോൾ ബാബുവിന്റെ മുഖത്ത് യാതൊരു ചലനങ്ങളും ഉണ്ടായില്ല. രണ്ടാമത് ഒരെണ്ണം കൂടി കൊടുത്തു. അപ്പോഴും പഴയ ഭാവം തന്നെയായിരുന്നു. മൂന്നാമത്തെ ഫോട്ടോ കൊടുത്തു. ബാബുവിന്റെ മുഖത്ത് പെട്ടെന്നൊരു ഭാവവ്യത്യാസമുണ്ടായി. ഞാൻ പറഞ്ഞില്ലേ ബാബുവിന് ഒരാളെ പരിചയം കാണുമെന്ന്, പുഷ്പരാജ് സാവകാശത്തിൽ പറഞ്ഞു. ബാബു ഒന്നും മിണ്ടാതെ ആ ഫോട്ടോയിൽ തന്നെ നോക്കിയിരുന്നു. ഈ മനുഷ്യനല്ലേ ബാബുവിന് പണം തന്നത്? കൂടെ ഉണ്ടായിരുന്ന ആൾക്കും ഇയാൾ തന്നെയല്ലേ പണം കൊടുത്തത്? ബാബു പെട്ടെന്ന് തലയെത്തി പുഷ്പരാജിനെ നോക്കി. ഇതൊക്കെ എങ്ങനെ പുഷ്പരാജ് കണ്ടുപിടിച്ചെന്ന ഭാവമായിരുന്നു അവന്റെ മുഖത്ത് പ്രതിഫലിച്ചത്. ബാബു വിചാരിക്കും ഇതൊക്കെ ഞാൻ മനസ്സിലാക്കിയത് എങ്ങനെയാണെന്ന്, അല്ലേ? ബാബുവിന്റെ കൂട്ടുകാരൻ തന്നെയാണ് ഇതൊക്കെ പറഞ്ഞത്. എന്റെ കൂട്ടുകാരനോ? അതെ, രജനിയെ കൊല്ലാൻ വേണ്ടി ബാബുവിന്റെ കൂടെ നിന്നയാൾ. ഞാനല്ല കൊന്നത്, അത് എനിക്കറിയാം. കാർ ഡ്രൈവ് ചെയ്തത് നിങ്ങളായിരുന്നില്ലേ? അതെ. അയാൾക്ക് ഒരു 50 വയസ്സ് പ്രായമെങ്കിലും തോന്നും, ഇല്ലേ? ഉവ്വ്. അയാൾക്കും ഹോട്ടലിൽ ജോലിയുണ്ടല്ലോ. ഉണ്ട്. എങ്കിൽ പിന്നെ അത് നേരത്തെ പറഞ്ഞൂടായിരുന്നോ? അവനൊന്നും മറുപടി പറഞ്ഞില്ല. ഇനി എന്തിനാണ് സംശയിക്കുന്നത്? ആരാണ്, പറയൂ. ഹോട്ടലിലെ ബാർമാനാണ്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ആളെ അറിയാമെന്ന്. പുഷ്പരാജ് അപ്പോൾ തന്നെ 2 പോലീസുകാരെ ഹോട്ടലിലേക്ക് പറഞ്ഞു വിട്ടു. ഈ നിസാര കാര്യം പറയാൻ ഇത്രയധികം സമയം ചെലവഴിക്കേണ്ട കാര്യമില്ലായിരുന്നു. ഉള്ളത് നേരത്തെ തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് 2 പേർക്കും സമയലാഭം ഉണ്ടാകുമായിരുന്നു. പിന്നെ നമ്മൾ 2 പേരും സംസാരിച്ചത് ഇനി ഒരിക്കൽ പറഞ്ഞാൽ തെറ്റാതിരിക്കാൻ ഞാൻ ടേപ്പ് ചെയ്തിട്ടുണ്ട്. പുഷ്പരാജ് ടീപ്പോയുടെ അടിയിൽ നിന്നും ടേപ്പ് റെക്കോർഡർ എടുത്ത് റീവൈൻഡ് ചെയ്ത ശേഷം പ്ലേ ബട്ടൺ അമർത്തി. അവർ തമ്മിൽ നടന്ന സംഭാഷണം വ്യക്തമായി കേട്ടു. ഇനി ആരെങ്കിലും ചോദിച്ചാൽ മാറ്റിയൊന്നും പറഞ്ഞേക്കല്ലേ, പുഷ്പരാജ് ബാബുവിനോട് പറഞ്ഞു. അവിടെ നിന്നും എണീക്കാതെ തന്നെ 2 പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് ബാബുവിനെ കസ്റ്റഡിയിലെടുക്കുവാൻ നിർദ്ദേശിച്ചു. ബാബു ഭയപ്പെടുകയൊന്നും വേണ്ട, ആരും ഉപദ്രവിക്കുകയില്ല. അടുത്തയാൾ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ച് പുഷ്പരാജ് പുറത്തേക്ക് നോക്കിയിരുന്നു. ബാർമാനെ ചോദ്യം ചെയ്തപ്പോൾ അയാൾ കാറിൽ വെച്ച് രചനയുടെ കഴുത്തിൽ കുടിക്കിട്ട് കൊന്നതാണെന്ന് അയാൾ സമ്മതിച്ചു. 2 അറസ്റ്റുകളും വളരെ രഹസ്യമാക്കി വെക്കുവാൻ നിർദ്ദേശിച്ചിട്ട് പുഷ്പരാജ് ജഗന്നാഥ വർമ്മയുടെ വീട്ടിലേക്ക് തിരിച്ചു. നടന്ന സംഭവങ്ങളെല്ലാം വർമ്മയെ അദ്ദേഹം ധരിപ്പിച്ചു. അവരെക്കാൾ പ്രധാനപ്പെട്ട കുറ്റവാളി ഇപ്പോഴും പിടിക്കപ്പെട്ടിട്ടില്ല. ഒരു തരത്തിലും അയാൾ രക്ഷപ്പെടാതിരിക്കുവാനുള്ള പഴുതുകൾ അടച്ച ശേഷമേ അയാളെ അറസ്റ്റ് ചെയ്യുകയുള്ളൂ, പുഷ്പരാജ് പറഞ്ഞു. ആരാണത്? വർമ്മ ചോദിച്ചു. ഞാൻ പിന്നീട് പറയാം. അവർ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഉസ്മാൻ കയറി വന്നു. 2 പേരെയും ഒരുമിച്ച് കണ്ടപ്പോൾ ഒരു സംതൃപ്തി ഉസ്മാന്റെ മുഖത്ത് നിഴലിച്ചു. 2 പേരും ഉള്ളത് നന്നായി. ഞാനൊരു കുരുക്കിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഉസ്മാൻ സോഫയിലിരുന്നു. ഉസ്മാന് എന്താണ് സംഭവിച്ചത്? പുഷ്പരാജ് ചോദിച്ചു. പറയാനും പറയാതിരിക്കുവാനുമുള്ള ഒരു പതനത്തിലാണ് ഞാൻ, ഉസ്മാൻ വർമ്മയെ ശ്രദ്ധിച്ചുകൊണ്ട് പറഞ്ഞു. ഒന്നാമത് ഞാൻ പറയാൻ പോകുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല. അതെന്താ? ഞാനും ഒരു കളിപ്പീരാണെന്ന് കരുതും. എന്തു വന്നാലും ഉസ്മാനെ കുറിച്ച് അങ്ങനെ ചിന്തിക്കില്ല. എങ്കിൽ പറയാം, കേട്ടോളൂ. 15 വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവമാണിത്. ഞാനെന്ന കടപ്പുറത്ത് സാധാരണ പോകുമായിരുന്നു. ഒരു ദിവസം രാത്രി ഞാനവിടെ നിൽക്കുമ്പോൾ ഒരു കാറ് വന്നു നിന്നു. അല്പം കഴിഞ്ഞപ്പോൾ മറ്റൊരു കാറും വന്നു നിന്നു. 2 കാറുകളിൽ നിന്നും 2 പേർ ഇറങ്ങി വന്നു. അതിൽ ആദ്യത്തെ കാറിനടുത്ത് ഞാൻ ചെന്ന് നോക്കി. അതിനുള്ളിൽ ആരെയും ഞാൻ കണ്ടില്ല. സത്യം പറയാമല്ലോ, എനിക്ക് അന്ന് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യം ആയതുകൊണ്ടാണ് ഞാനിതൊക്കെ സമ്മതിക്കുന്നത്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അപകടമുണ്ടാകുമെന്ന് തീർച്ചയാണ്. അയാൾ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് 2 പേർക്കും മനസ്സിലായില്ല. എങ്കിലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉസ്മാൻ പറയില്ലെന്ന് അവർക്ക് നിശ്ചയമുണ്ടായിരുന്നു.
ഞാനാണ് പോലീസിന് ഇതുവരെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത ആ കാറ് മോഷ്ടാവ്. പല പേരിലാണ് ഞാൻ അറിയപ്പെടുന്നത്. പക്ഷേ മെക്കാനിക് ഉസ്മാനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് ആർക്കും അറിയില്ല. അങ്ങനെ ആ കാർ ഞാൻ കടപ്പുറത്ത് നിന്നും ഓടിച്ചു കൊണ്ടുപോയി. എത്തേണ്ട സ്ഥലത്തെത്തിയപ്പോൾ ഞാൻ നിർത്തി. അപ്പോൾ അതിനുള്ളിൽ നിന്ന് ഒരു കുട്ടിയുടെ കരച്ചിൽ കേട്ടു. പിന്നീട് കാർ ആരുടെയെന്ന് കണ്ടുപിടിക്കാനോ കുട്ടിയെ തിരിച്ചു കൊടുക്കാനോ ഞാൻ ശ്രമിച്ചില്ല. കാരണം എനിക്ക് അപകടം വരുത്തുമെന്നുള്ള പേടിയായിരുന്നു. തന്നെയുമല്ല, അന്ന് എൻ്റെ തൊഴിലിൽ ഞാൻ കുതിച്ചു കയറുന്ന കാലവുമായിരുന്നു. വിവാഹം കഴിഞ്ഞിട്ട് 10 വർഷമായിട്ടും എനിക്കും ആമിനിക്കും കുട്ടികളുണ്ടായില്ല. അത് അവളുടെ കുഴപ്പമാണെന്ന് മനസ്സിലായിട്ടും അവളെ ഉപേക്ഷിക്കുവാൻ ശ്രമിക്കുകയോ മറ്റൊരു നിക്കാഹിന് തുനിയുകയോ ഞാൻ ചെയ്തില്ല. കാറിൽ നിന്ന് കുട്ടിയെ കിട്ടിയപ്പോൾ അതിനെ ആമിനയ്ക്ക് സമ്മാനിക്കാനാണ് എനിക്ക് തോന്നിയത്. ഞങ്ങളുടെ വീട്ടിൽ ആ കുഞ്ഞൊരു വിളക്കായി മാറി. അവക്ക് ഷക്കീല എന്ന പേര് ആമിനയാണ് നൽകിയത്. കുട്ടിയുടെ പേര് അഞ്ജുവാണെന്ന് അറിഞ്ഞപ്പോൾ ഞാനതിനെ മുസ്ലിമാക്കാൻ ശ്രമിച്ചില്ല. വളർന്ന് വലുതായി അതിൻ്റെ ഇഷ്ടത്തിന് മുസ്ലിം ആവുന്നെങ്കിൽ ആവട്ടെ എന്ന് കരുതി. അതുകൊണ്ട് ഹിന്ദുവായിട്ട് തന്നെയാ ഞാൻ അവളെ വളർത്തിയത്. ഇവിടെ അന്ന് മറ്റൊരു പെണ്ണ് മകളാണെന്ന് പറഞ്ഞു വന്നപ്പോഴാണ് സത്യത്തിൽ ഷക്കീലയാണ് ഇവിടുത്തെ കുട്ടിയെന്ന് മനസ്സിലായത്. പക്ഷേ അപ്പോൾ ഞാൻ തുറന്നു പറഞ്ഞാൽ അത് വില പോയില്ലെന്നും ഇവിടുത്തെ സ്വത്ത് മോഹിച്ച് എൻ്റെ മകളെ ഞാൻ വേഷം കെട്ടിക്കുകയാണെന്നും നിങ്ങൾ കരുതുമെന്നും എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് ഞാൻ സത്യം മൂടി വെച്ചു. എന്നാൽ ഇപ്പോൾ എനിക്കിതിവിടെ പറയേണ്ടി വന്നതിൽ ചില കാരണങ്ങളുണ്ട്. ഷക്കീലയെ ഇവിടെ തരാൻ വേണ്ടിയല്ല ഞാൻ വന്നത്. ഇവിടുത്തെ സ്വത്ത് മോഹിച്ചുമല്ല ഞാൻ വന്നത്. ഉസ്മാൻ അല്പസമയം സംസാരിക്കാതിരുന്നു. കൊച്ചമണി തമ്പുരാട്ടി ചായ കൊണ്ടുവന്നു. എന്നാൽ ഉസ്മാൻ തുടർന്നു. ഷക്കീലയെ വിവാഹം കഴിക്കുവാൻ ഒരാൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അതിൻ്റെ ബാപ്പ ഇതറിയണമല്ലോ എന്ന് കരുതിയാണ് ഞാൻ വന്നത്. സ്വന്തം ബാപ്പ അറിയാതെ എൻ്റെ ഇഷ്ടത്തിന് അവളെ അയക്കുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം. മാത്രമല്ല, അവളെ വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഒരു മുസ്ലിമാണ്. ആരാണ്? പുഷ്പരാജ് ചോദിച്ചു. സബ് ഇൻസ്പെക്ടർ ഹനീഫ. ജഗന്നാഥവർമ്മയും പുഷ്പരാജും പരസ്പരം നോക്കി. ഉസ്മാൻ കയ്യിലിരുന്ന ഒരു പൊതി വർമ്മയുടെ കയ്യിൽ കൊടുത്തു. ഇതെല്ലാം കേട്ട് തരിച്ചിരുന്ന വർമ്മ ഉസ്മാൻ കൊടുത്ത പൊതി തുറന്നു നോക്കാതെ പുഷ്പരാജിന്റെ കയ്യിലേക്ക് കൊടുത്തു. അദ്ദേഹം അത് തുറന്നു നോക്കി. അത് ഒരു കാറിന്റെ ബുക്കായിരുന്നു. ഇത് 15 വർഷം മുമ്പ് ഷക്കീല കിടന്നിരുന്ന കാറിൽ നിന്ന് കിട്ടിയതാ. വണ്ടി പൊളിച്ചപ്പോൾ ഇത് കളയാതെ സൂക്ഷിച്ചു വെച്ചു. ഇപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇത് ഉപകാരപ്പെടുകയും ചെയ്തു. ആ ബുക്ക് കണ്ടപ്പോൾ വർമ്മ ഞെട്ടിത്തെറിച്ചുപോയി. ഉസ്മാൻ പറഞ്ഞതെല്ലാം സത്യമാണ് എന്നുള്ളതിന് ഏക തെളിവിന് ആ ബുക്ക് മാത്രം മതിയായിരുന്നു. ആ കാറിന്റെ ഉടമയെ അവർക്ക് നല്ലവണ്ണം അറിയാമായിരുന്നു. വർമ്മയുടെ ഹൃദയം ആനന്ദം കൊണ്ട് വിതുമ്പി. തൻ്റെ മകൾ ജീവിച്ചിരിപ്പുണ്ട് എന്നറിഞ്ഞപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. മറ്റൊന്നുകൂടിയുണ്ട്. ഉസ്മാൻ തൻ്റെ പേഴ്സ് തുറന്ന് അതിൽ നിന്നും ഒരു ചെറിയ മാലയും അതിനോട് ബന്ധിച്ച ഒരു ഏലസും എടുത്ത് വർമ്മയുടെ കയ്യിൽ കൊടുത്തു. ഇത് ഷക്കീലയുടെ അരഞ്ഞാണമാണ്. ഇതും ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്നു. 3 ചുവന്ന കല്ലുകൾ വെച്ച ആ ഏലസ് കണ്ടപ്പോൾ വർമ്മയുടെ എല്ലാ സംശയങ്ങളും ദൂരീകരിച്ചു. അദ്ദേഹത്തിന് മകളെ കാണുവാൻ ധൃതിയായി. അപ്പോൾ ഞാൻ വന്ന കാര്യത്തിന് മറുപടി പറഞ്ഞില്ലല്ലോ? ഉസ്മാൻ ചോദിച്ചു. എന്താണ്? ഞാൻ പറഞ്ഞില്ലേ, സബ് ഇൻസ്പെക്ടർ ഹനീഫയുടെ കാര്യം. അവർ തമ്മിൽ ഇഷ്ടമാണ്. ഇനി പിരിക്കുന്നത് ശരിയല്ല. പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ. എന്ത് മറുപടി പറയണമെന്നറിയാതെ വർമ്മ കുറേ നേരം ചിന്തിച്ചിരുന്നു. ഏതായാലും എനിക്ക് അവളെ കാണാൻ കൊതിയാകുന്നു, വർമ്മ ആവേശത്തോടെ പറഞ്ഞു. താൻ വന്ന കാര്യം സാധിച്ചതിലുള്ള കൃതാർത്ഥതയോടെ ഉസ്മാൻ അവിടെ നിന്നിറങ്ങി. ഈ സമയം കൊച്ചമണി തമ്പുരാട്ടി ഓടി വന്നു. വേലക്കാരിയെ കാണുന്നില്ല, അവർ പരിഭ്രമത്തോടെ പറഞ്ഞു. അവൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, വർമ്മ സാവകാശം പറഞ്ഞു. ഞാൻ ചായ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ അവൾ അടുക്കളയിൽ ഉണ്ടായിരുന്നു. തിരികെ ചെന്നപ്പോൾ അവളെ കണ്ടില്ല. അവളിവിടെ എവിടെയെങ്കിലും കാണും, വർമ്മ പറഞ്ഞു. ഞാൻ വിളിച്ചു നോക്കി. വർമ്മ പെട്ടെന്ന് എണീറ്റ് തൻ്റെ കിടക്കുമുറിയിലേക്ക് നടന്നു. മുറിയുടെ അടുത്ത് ചെന്നപ്പോൾ ആ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടു. ഒരിക്കലും ആ മുറിയുടെ വാതിൽ പൂട്ടാതെ വർമ്മ എങ്ങോട്ടും മാറാറില്ല. കുറേ നാളുകളായി അങ്ങനെയാണ്. താൻ പൂട്ടാൻ മറന്നു പോയതാണെന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹം വേഗം അകത്ത് കടന്ന് ചുവരിലുള്ള കലണ്ടർ മാറ്റി രഹസ്യ അറ തുറന്നു. പ്രതിമ നഷ്ടപ്പെട്ടിരിക്കുന്നു. നിമിഷം കൊണ്ട് വർമ്മയുടെ ശരീരത്തിൽ വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞു. പ്രതിമ കാണാനില്ല. അദ്ദേഹം പുറത്തിറങ്ങി വന്ന് പുഷ്പരാജിനോട് പറഞ്ഞു. യഥാർത്ഥ പ്രതിമയോ? പുഷ്പരാജ് ചോദിച്ചു. അതെ, അത് തന്നെ. സാരമില്ല, നമുക്ക് കണ്ടുപിടിക്കാം. പുഷ്പരാജ് പെട്ടെന്ന് കാർ ഡ്രൈവ് ചെയ്ത് പുറത്തേക്ക് പോയി. അസ്വസ്ഥതയോടെ വർമ്മ എന്തു ചെയ്യണമെന്നറിയാതെ അങ്ങും ഇങ്ങും നടന്നു. അല്പം കഴിഞ്ഞപ്പോൾ ടെലിഫോൺ ബെല്ലടിച്ചു. ഉസ്മാനായിരുന്നു ഫോൺ ചെയ്തത്.
അതും കൂടി കേട്ടപ്പോൾ വർമ്മ തളർന്നുപോയി. ഷക്കീലയെ കാണുവാനില്ല എന്നായിരുന്നു ഫോൺ. അവനെ പിടിച്ചാൽ മതി, വർമ്മ വിളിച്ചു പറഞ്ഞു. ആരെ? പുഷ്പരാജ് ചോദിച്ചു. കേരളവർമ്മയെ. അവൻ തന്നെയായിരിക്കും ഇതെല്ലാം ചെയ്തത്. ഇനി വൈകരുത്. പുഷ്പരാജും ജഗന്നാഥവർമ്മയും ഉസ്മാന്റെ വീട്ടിലേക്ക് കാർ വിട്ടു. ഉസ്മാൻ തന്റെ കാറിനടുത്ത് നിൽപ്പുണ്ടായിരുന്നു. ഞാൻ നിങ്ങളെ കാത്തു നിൽക്കുകയായിരുന്നു. എങ്ങോട്ടാണ് പോണ്ടത്? ഉസ്മാൻ ചോദിച്ചു. 2 കാറുകളും കേരളവർമ്മയുടെ ബംഗ്ലാവിനെ ലക്ഷ്യമാക്കി പാഞ്ഞു. അവിടെ എത്തിയപ്പോൾ വിശേഷവിധിയായി യാതൊന്നും കണ്ടില്ല. കേരളവർമ്മയുടെ ഭാര്യ വാതിൽ തുറന്നു. അയാൾ എന്തിയെ? ജഗന്നാഥവർമ്മ ചോദിച്ചു. ഉച്ചയ്ക്ക് പോയതാണ്, വന്നു കണ്ടില്ല. എങ്ങോട്ടാണ് പോയതെന്ന് അറിയാമോ? ഒന്നും പറഞ്ഞില്ല. ശരി. അവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായപ്പോൾ അവർ ഇറങ്ങി. ഇനി എവിടെയാണ് അന്വേഷിക്കുക? പുഷ്പരാജ് ചോദിച്ചു. ശ്രീരാമന്റെ പ്രതിമ കാണാതായ നിലയ്ക്ക് അവൻ നിധിയെടുക്കാൻ പുറപ്പെട്ടതാവണം. അതെവിടെയാണെന്ന് നിശ്ചയമില്ലല്ലോ. ഇനി എനിക്ക് ആകെ സംശയമുള്ളത് ചുടുകാടാണ്. ചുടുകാടോ? അതെ, അങ്ങനെ ഒരു സ്ഥലം ഞങ്ങളുടെ പരമ്പര സ്വത്തായിട്ടുണ്ട്. പണ്ടൊരു യുദ്ധം നടന്നപ്പോൾ പിടിക്കപ്പെട്ട തടവുകാരെ ഒന്നാകെ കൊന്നൊടുക്കി ചുട്ടുകരിച്ച സ്ഥലമാണത്. അതുകൊണ്ട് ആ സ്ഥലത്തിന് ചുടുകാടെന്ന് പേരിട്ടു. ഇനി എനിക്ക് ആ നിധിയുമായി ബന്ധപ്പെടുത്താൻ ആ സ്ഥലം മാത്രമേ ഉള്ളൂ. സംസാരം മാറ്റിവെച്ച് നമുക്ക് അങ്ങോട്ട് പുറപ്പെടാം. പുഷ്പരാജ് ധൃതി വെച്ചു. 2 കാറുകളും ജഗന്നാഥവർമ്മ നിർദ്ദേശിച്ച വഴിയിൽ കൂടി പാഞ്ഞു. 5 കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ വിജനമായ സ്ഥലത്തുകൂടി യാത്ര തുടർന്നു. ഇരുവശവും ഉണങ്ങിയ പുല്ലുകൾ കാണപ്പെട്ടു. ഇടയ്ക്കിടെ മുള്ളുപോലുള്ള കുറ്റിച്ചെടികളും ഉണ്ടായിരുന്നു. അല്പം കൂടി കഴിഞ്ഞപ്പോൾ വൃക്ഷങ്ങൾ കാണപ്പെട്ടു. ഒരു കാടിന്റെ പ്രതീതി അവിടെ പ്രകടമായി. ഇവിടെ നിങ്ങൾ വരാറില്ലേ? യാത്ര തുടരുമ്പോൾ പുഷ്പരാജ് ചോദിച്ചു. ഇവിടെ ഒരിക്കൽ മാത്രം വന്നിട്ടുണ്ട്, സ്ഥലം അളപ്പിക്കാനായി. യാതൊന്നും അവിടെ ഇല്ലേ? ഒരു പഴയ ക്ഷേത്രം മാത്രമുണ്ട്, അതും വളരെ ചെറുതാണ്. ഭദ്രകാളിയാണ് പ്രതിഷ്ഠയെന്ന് തോന്നുന്നു. അപ്പോ അതായിരിക്കും നിധിയെക്കുറിച്ച് നമുക്ക് തെളിവ് നൽകുന്ന ഒരു തെളിവ്. അതെങ്ങനെ? പഴയ ക്ഷേത്രങ്ങളിൽ ഗുഹാമാർഗങ്ങൾ കാണുക സാധാരണയാണ്. ഉസ്മാന്റെ കാർ പിന്നിൽ ഒപ്പം പാഞ്ഞുകൊണ്ടിരുന്നു. തന്റെ മകളെ അപഹരിച്ചവനെ ഒറ്റയിടിക്ക് കൊല്ലണമെന്ന മനോഭാവത്തോടെ അയാൾ ആക്സിലേറ്ററിൽ കാർ അമർത്തിക്കൊണ്ടിരുന്നു. ഇരുവശവും വൃക്ഷങ്ങൾ പടർന്നു പന്തലിച്ച് നിന്നിരുന്ന ഒരു പാതയിൽ കൂടി കാറുകൾ പാഞ്ഞുകൊണ്ടിരുന്നു. റോഡിന്റെ മധ്യത്തിലും ചെടികൾ വളർന്നു നിന്നിരുന്നു. നമുക്ക് മുന്നിൽ ആരോ യാത്ര ചെയ്തിട്ടുണ്ട്. പുഷ്പരാജ് തണ്ടൊടിഞ്ഞു കിടക്കുന്ന ചെടികൾ ശ്രദ്ധിച്ചുകൊണ്ട് പറഞ്ഞു. അവർക്ക് മുന്നിലായി ചെടികൾ പറഞ്ഞ് ഒരു കാറിന്റെ ചക്രങ്ങൾ കയറി ചതഞ്ഞരഞ്ഞതിന്റെ അടയാളം കാണാനുണ്ടായിരുന്നു. ഇനി എന്തു ദൂരം വരും? പുഷ്പരാജ് ചോദിച്ചു. 5 കിലോമീറ്റർ. പെട്ടെന്ന് പുഷ്പരാജ് കാർ ബ്രേക്കിട്ടു. റോഡിന്റെ നടുവിലായി ഒരു വൃക്ഷക്കൊമ്പ് ഒടിഞ്ഞു കിടന്നിരുന്നു. അത് അപ്പോൾ വെട്ടിമുറിച്ചതുപോലെ കാണപ്പെട്ടു. അയാൾ മാത്രമല്ല പോയിരിക്കുന്നത്. പുഷ്പരാജ് ആ വൃക്ഷക്കൊമ്പ് പരിശോധിച്ചുകൊണ്ട് പറഞ്ഞു. ഉസ്മാനും കാറിൽ നിന്നിറങ്ങി. ഇതിപ്പോ വെട്ടിയിട്ടതാണ്. മരത്തിന്റെ വെട്ടുപാടിൽ നോക്കിക്കൊണ്ട് ഉസ്മാൻ അഭിപ്രായപ്പെട്ടു. അധികം താമസിക്കരുത്. പുഷ്പരാജ് മരക്കൊമ്പ് നീക്കാൻ ശ്രമിച്ചു. ഉസ്മാനും സഹായിച്ചു. വളരെ പരിശ്രമിച്ച് അവർ കാറിന് കടന്നു പോകാൻ പാകത്തിൽ ആ കൊമ്പ് നീക്കിയിട്ടു. അധികം ആളുകളുണ്ടെങ്കിൽ എന്തു ചെയ്യും? വർമ്മ ചോദിച്ചു. അത് സാരമില്ല, ഞാൻ കൈത്തോക്ക് കരുതിയിട്ടുണ്ട്. ജീവനിൽ കൊതിയില്ലാത്തവർ അക്കൂട്ടത്തിൽ കാണില്ലെന്ന് എനിക്കറിയാം. അയാൾ ഒഴിച്ച് ബാക്കിയുള്ളവർ കൂലിക്കാരായിരിക്കുമല്ലോ. പുഷ്പരാജ് റോഡിന്റെ നടുവിൽ കിടന്ന ഒരു കല്ല് ഉരുട്ടി നീക്കി. വേഗം കയറൂ. അദ്ദേഹം ധൃതി വെച്ചു. വീണ്ടും യാത്ര തുടർന്നു. കാറുകൾ ഇരുവശത്തു നിന്നും ചാഞ്ഞു വന്ന വൃക്ഷശിഖരങ്ങൾ സൃഷ്ടിച്ച ഗുഹാവട്ടം പോലെ തോന്നിക്കുന്ന പാതയിൽ കൂടി പാഞ്ഞുകൊണ്ടിരുന്നു. അതാ കാർ കിടക്കുന്നു, പുഷ്പരാജ് വിളിച്ചു പറഞ്ഞു. അവർ കാർ അവിടെ കിടന്ന കാറിന്റെ പിന്നിൽ നിർത്തി. കാറിൽ നിന്നിറങ്ങിയ ഉടനെ പുഷ്പരാജ് പോക്കറ്റിൽ നിന്നും ബോൾ പെൻ എടുത്ത് അവിടെ കിടന്നിരുന്ന കാറിന്റെ 4 ടയറുകളുടെ കാറ്റ് അഴിച്ചുവിട്ടു. ഒരു കാരണവശാലും അവർ രക്ഷപ്പെടാതിരിക്കുവാൻ ഒരു കരുതലായിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇനി നിധി കിട്ടിയില്ലെങ്കിൽ തന്നെ അവർ കാറിൽ കയറി രക്ഷപ്പെടുവാൻ ശ്രമിക്കും. അതിനുള്ള അവസരം ഉണ്ടാവരുതെന്ന് അദ്ദേഹം തീരുമാനിച്ചു. അവർ കാറിൽ നിന്നിറങ്ങി ചുടുകാട് എന്ന പേരുള്ള സ്ഥലത്തേക്ക് നടന്നു. കട്ട പിടിച്ച കാട്ടുപ്രദേശമായിരുന്നത്. ക്ഷേത്രം ആ കാണുന്നതാണോ? ഇരുളിന്റെ കൂന പോലെയുള്ള ഒരു ഭാഗം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പുഷ്പരാജ് ചോദിച്ചു. അതെ, അത് തന്നെ. സൂക്ഷിച്ചു പോണം, വർമ്മ മുന്നറിയിപ്പ് നൽകി. അവർ ക്ഷേത്രത്തിന്റെ നേർക്ക് നടന്നു. പുഷ്പരാജ് മുന്നിലാണ് നടന്നത്. അവർ ക്ഷേത്രത്തിന്റെ അടുത്തെത്തിയപ്പോൾ ഒരു വലിയ വടിയുമായി ഒരാൾ ചാടി വീണു. അജാനുബാഹുവായ ഒരു മനുഷ്യനായിരുന്നു അത്. മുൻകരുതലോടെ നടന്നില്ലായിരുന്നെങ്കിൽ ആദ്യത്തെ അടിയേറ്റ് തല പിളർന്നു പോകുമായിരുന്നു. പുഷ്പരാജ് അയാളുടെ വടിക്ക് കടന്നു പിടിച്ചു. അയാൾ ശക്തനായിരുന്നു. ഒരു അഭ്യാസി കൂടിയാണെന്ന് അവന്റെ ചെറുത്തുനിൽപ്പും ആക്രമണവും കൊണ്ട് പുഷ്പരാജിന് ഉറപ്പായി.
അവൻ അദ്ദേഹത്തെ ഒന്നു രണ്ട് തവണ പിടിച്ചുയർത്തി എറിയുവാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. ഒടുവിൽ ഗത്യന്തരമില്ലാതെ വന്നപ്പോൾ അദ്ദേഹം അവസാനത്തെ പ്രയോഗം ചെയ്യുവാൻ തന്നെ തീരുമാനിച്ചു. അദ്ദേഹം പിന്നോട്ട് മാറി കാലിൽ കിടന്ന ബൂട്ട്സിന്റെ പിൻഭാഗം ശക്തിയായി തറയിലിടിച്ചു. ആ നിമിഷം ഷൂസിന്റെ മുന്നിൽ 6 ഇഞ്ച് നീളത്തിൽ ഒരു കത്തി ചാടി വന്നു. അവൻ വടി കളഞ്ഞ ശേഷം ഭഗവതി വിഗ്രഹത്തിന്റെ അടുത്തിരുന്ന വെട്ടുകത്തി എടുത്തുകൊണ്ട് പുഷ്പരാജിന്റെ നേർക്ക് ചാടി വീണു. അദ്ദേഹം നിന്ന നിൽപ്പിൽ മുകളിലേക്ക് ചാടിയ ശേഷം അവന്റെ വലതു കൈയിൽ ആഞ്ഞു തൊഴിച്ചു. ഷൂസിലെ കത്തി അവന്റെ കൈത്തണ്ടയിൽ ആഴ്ന്നു കയറി. അവന്റെ കത്തി തെറിച്ചുപോയി. നിലവിളിച്ചുകൊണ്ട് അവൻ കൈ അമർത്തി പിടിച്ചു. ഇനി നീ ചലിക്കരുത്, ഞാൻ അടുത്ത കൈയും തകർക്കും, പുഷ്പരാജ് അലർന്ന സ്വരത്തിൽ പറഞ്ഞു. അവൻ വീണ്ടും കത്തി ചാടി കയ്യിലെടുത്ത് ഒരാക്രമണത്തിനു കൂടി അവൻ ഒരുങ്ങി. ഇത്തവണ പുഷ്പരാജ് അവന്റെ തുടയിൽ ആഞ്ഞു തൊഴിച്ചു. അവൻ വീണുപോയി. പുഷ്പരാജ് അവനെ കടന്നു പിടിച്ചു. അയ്യോ, എന്നെ കൊല്ലല്ലേ! അവൻ കേണു. നിന്നെ ഇവിടെ കൊണ്ടുവന്ന ആളെവിടെ? ഈ ക്ഷേത്രത്തിനകത്തുണ്ട്. പുഷ്പരാജ് ക്ഷേത്രത്തിനുള്ളിൽ കയറി. 8 അടി ചതുരശ്രത്തിലുള്ള ഒരു ശ്രീകോവിൽ ആയിരുന്നു അത്. മധ്യത്തിലായി ദേവിയുടെ വിഗ്രഹം കാണപ്പെട്ടു. അദ്ദേഹം വിഗ്രഹത്തിന്റെ പിന്നിലെത്തി. താഴേക്ക് കൽപ്പടവുകൾ പോകുന്നത് അദ്ദേഹം കണ്ടു. പ്രതിമയ്ക്കുള്ളിൽ കാണപ്പെട്ട സ്കെച്ച് അദ്ദേഹത്തിന്റെ ഓർമ്മയിലുണ്ടായിരുന്നു. പോക്കറ്റിൽ നിന്നും ടോർച്ച് എടുത്ത് തെളിച്ചു നോക്കിയ ശേഷം അദ്ദേഹം താഴേക്കിറങ്ങി. ദേശം 6 അടി താഴ്ചയിലെത്തിയപ്പോൾ പടിക്കേട്ട് നിന്നു. താഴെ എന്തോ തിളങ്ങുന്നത് കണ്ടു. അദ്ദേഹം അത് കുനിഞ്ഞെടുത്തു. അതൊരു മോതിരമായിരുന്നു. മോതിരത്തിലുള്ള അക്ഷരം അദ്ദേഹം വായിച്ചു. എസ് എന്ന അക്ഷരം. ഷക്കീല എന്ന അദ്ദേഹത്തിന്റെ നാവ് മന്ത്രിച്ചു. അവളെയും കുട്ടിയാണ് ഇതിനകത്ത് കയറിയിട്ടുള്ളത്. ആരെങ്കിലും പിന്തുടർന്നു വരികയാണെങ്കിൽ മനസ്സിലാക്കുവാൻ വേണ്ടിയായിരിക്കും ഇത് ചെയ്തതെന്ന് അദ്ദേഹം ഊഹിച്ചു. മോതിരവുമായി അദ്ദേഹം മുകളിലേക്ക് കയറി. ഉസ്മാനെ അദ്ദേഹം വിളിച്ചു. ഈ മോതിരം കണ്ടിട്ടുണ്ടോ? അദ്ദേഹം ചോദിച്ചു. അയ്യോ, ഇത് ഷക്കീലയുടെ മോതിരമാണ്. എവിടുന്ന് കിട്ടി? അയാൾ ആകാംക്ഷയോടെ തിരക്കി. ഒരു കാര്യം ചെയ്യൂ, എൻ്റെ കൂടെ പോന്നോളൂ, അദ്ദേഹം പറഞ്ഞു. മിസ്റ്റർ വർമ്മ, നിങ്ങൾ ഈ തോക്ക് കയ്യിൽ വെച്ചുകൊള്ളൂ, സ്വയം രക്ഷയ്ക്ക് ഉപയോഗിക്കാം. ഇത്രയും പറഞ്ഞ് പുഷ്പരാജ് പടിക്കെട്ടുകൾ ഇറങ്ങി. ഉസ്മാൻ അദ്ദേഹത്തെ അനുഗമിച്ചു. പഴയ സ്ഥാനത്തെത്തിയപ്പോൾ അദ്ദേഹം നിന്നു. മുന്നിൽ ഒരു വാതിലുണ്ടായിരുന്നു, ഒരു ഇരുമ്പ് വാതിൽ. അത് അദ്ദേഹം സർവ്വശക്തി ഉപയോഗിച്ച് തള്ളി. വാതിൽ വിജാഗിരി തകർന്നു വീണു. അത് അകത്തുനിന്നും പൂട്ടിയിരിക്കുന്നത് കൊണ്ട് തുരുമ്പ് പിടിച്ച വിജാഗിരി പൊടിഞ്ഞാണ് നിലം പതിച്ചത്. ചിത്രത്തിൽ കണ്ടതുപോലെ ഒരു മുറി. അവിടെ വില്ലു മാത്രം പിടിച്ച ഒരു പ്രതിമ. അമ്പ് എതിർവശത്തു കൊണ്ടിരുന്നു. അവിടെ കൊളുത്തും കാണപ്പെട്ടു. വലതുവശത്തായി ഒരു വാതിൽ തുറന്നു കിടന്നിരുന്നു. ഇടതുവശത്തായി മറ്റൊരു വാതിൽ അടഞ്ഞും കിടന്നിരുന്നു. തുറക്കുന്ന വാതിലിൽ കൂടി പോകരുതെന്ന നിർദ്ദേശം അദ്ദേഹം ഓർമ്മിച്ചു. അതുകൊണ്ട് എതിർവശത്തുള്ള വാതിലിൽ കൂടി അദ്ദേഹം അകത്തു കടന്നു. ഇടുങ്ങിയ പാത ആയിരുന്നത്. അത് വിവരണത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ. യാതൊരു മാറ്റവുമില്ല. ചുടുകട്ടകൾ താഴെ വീണുകിടക്കുന്ന സ്ഥലത്തെത്തി. അതിനടുത്ത മുറിയിൽ ആനയുടെ പ്രതിമ കണ്ടു. ആനയുടെ വലതു കൊമ്പിൽ പിടിച്ച് തിരിക്കരുതെന്നുള്ള വാചകം പുഷ്പരാജ് ഓർമ്മിച്ചു. അദ്ദേഹം ഇടതു കൊമ്പിൽ പിടിച്ച് തുറന്നതും കേരളവർമ്മ ഷക്കീലയെ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നതും ഒപ്പമായിരുന്നു. നിങ്ങൾ ഇവിടെയും വന്നോ? അയാൾ ക്രുദ്ധനായി. വരാതൊക്കുമോ? എവിടെ അക്രമം നടക്കുന്നുവോ അവിടെ എത്തേണ്ട ചുമതല എനിക്കുണ്ട്. നിങ്ങളെ ഞാൻ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. പുഷ്പരാജ് മുന്നോട്ടാഞ്ഞു. തൊട്ടുപോകരുത്, കേരളവർമ്മ കൈത്തോക്ക് ഷക്കീലയുടെ കാതിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. പുഷ്പരാജ് പിന്നോട്ട് മാറി. അപ്പോഴത്തെ സാഹചര്യത്തിൽ അയാൾ എന്ത് ചെയ്യുവാൻ മടിക്കില്ലെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. മാത്രമല്ല, അദ്ദേഹത്തിന്റെ കൈവശം തോക്കില്ലായിരുന്നു. മറ്റേതെങ്കിലും വിധത്തിൽ അയാളെ കീഴ്പ്പെടുത്തുകയേ നിർവാഹമുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അദ്ദേഹം നിശബ്ദനായി. ഈ സമയം ഉസ്മാൻ കടന്നു വന്നു. ഉസ്മാന്റെ കണ്ണുകളിൽ നിന്നും തീപ്പൊരി പാറി. അയാൾ പെട്ടെന്ന് മുന്നോട്ട് ചാടി. പക്ഷെ വർമ്മ ഈ സമയം ആനയുടെ വലതുകൊമ്പിൽ കടന്നു പിടിച്ചു. അത് തിരിക്കരുത്, പുഷ്പരാജ് വിളിച്ചു പറഞ്ഞു. ഓ, ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണോ വന്നിരിക്കുന്നത്? ഇത് തിരിച്ചാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഞാനൊന്ന് കാണട്ടെ. അയാൾ ആ കൊമ്പിൽ പിടിച്ച് അല്പം തിരിച്ചു. അടുത്ത നിമിഷം മുകളിൽ നിന്ന് ഒരു ചെറിയ കല്ല് അടർന്നു വീണു. ഇപ്പൊ മനസ്സിലായോ? ഇത് തിരിച്ചാൽ ഇതെല്ലാം തകർന്നു വീഴും. ആരും രക്ഷപ്പെടുകയില്ല. അതുകൊണ്ട് രക്ഷ വേണേൽ പോകുന്നതാണ് നല്ലത്, വർമ്മ താക്കീത് ചെയ്തു. അത് തിരിച്ചാൽ ഞങ്ങൾ മാത്രമേ ചാവുകയുള്ളൂ. നിങ്ങളും അടിയിൽപ്പെട്ടു പോവില്ലേ? പുഷ്പരാജ് മുകളിലേക്ക് ചാടി വർമ്മയുടെ കയ്യിൽ ഷൂസ് കൊണ്ട് ചവിട്ടി. ഷൂസിന്റെ മുമ്പിലുള്ള കത്തി കൊണ്ടപ്പോൾ അയാളുടെ കയ്യിലിരുന്ന റിവോൾവർ തെറിച്ചുപോയി. അയാൾ അതെടുക്കാൻ കുനിഞ്ഞപ്പോൾ പുഷ്പരാജിന്റെ അടുത്ത ചവിട്ട് മുതുകിൽ പതിഞ്ഞു. ഉസ്മാൻ, ഷക്കീലെ നോക്കിക്കോ,
ഞാൻ ഇവനെ സൂപ്പാക്കിയിട്ട് വരാം, പുഷ്പരാജ് പറഞ്ഞു. വേഗം വരൂ. ഉസ്മാൻ ഷക്കീലയുടെ കൈ പിടിച്ചുകൊണ്ട് ആ മുറിയിൽ നിന്ന് ഓടി. വർമ്മയുടെ കൈ ആനയുടെ കൊമ്പിൽ നിന്നും വിട്ടപ്പോൾ കൊമ്പ് വീണ്ടും തിരിഞ്ഞിരുന്നു. അതിന്റെ ഫലമായി വീണ്ടും കല്ലുകൾ അടർന്നു വീണുകൊണ്ടിരുന്നു. മിസ്റ്റർ വർമ്മ, നിങ്ങൾ കീഴടങ്ങുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ഞാൻ വല്ലതും പ്രവർത്തിക്കും. പുഷ്പരാജ് അയാളെ പിടിച്ച് രണ്ട് കൈയും പിന്നോട്ടാക്കി. മുന്നോട്ട് നടക്കൂ. അദ്ദേഹത്തിന്റെ കാൽമുട്ട് അയാളുടെ മുതുകിൽ പതിഞ്ഞു. കേരളവർമ്മ നിലവിളിച്ചു പോയി. ആ ഡ്രൈവർ വാസുക്കുട്ടിയെ നിങ്ങൾ കഴുത്ത് ഞെക്കിയല്ലേ കൊന്നത്? ഞാനത് ചെയ്യുന്നില്ല. ഉസ്മാൻ ചിലപ്പോ അത് ചെയ്യുമെന്ന് കരുതിയാണ് ഞാൻ അയാളെ പറഞ്ഞയച്ചത്. കാരണം അയാൾ പൊന്നുപോലെ വളർത്തിക്കൊണ്ടുവന്ന പെണ്ണിനെയാണ് നിങ്ങൾ തട്ടിക്കൊണ്ടുപോയത്. നടക്ക്. വർമ്മയെ മുകളിലെത്തിച്ച ശേഷം പുഷ്പരാജ് താഴേക്കിറങ്ങി. അദ്ദേഹം അതിവേഗം ആനയുടെ പ്രതിമ വെച്ചിരുന്ന മുറിയിലെത്തി. അതിന്റെ വലതുകൊമ്പിൽ പിടിച്ച് എതിർദിശയിലേക്ക് തിരിച്ചു. കല്ലുകളുടെ ഇളക്കം നിലച്ചു. കേരളവർമ്മയെ വാസുക്കുട്ടിയെ കൊന്ന കുറ്റത്തിനും അഞ്ജുവിനെ കടത്തിക്കൊണ്ടുപോയ കുറ്റത്തിനും രജനിയുടെ കൊലപാതകത്തിനുമായി അറസ്റ്റ് ചെയ്തു. കോടതി അയാളെ റിമാൻഡ് ചെയ്തു. കേരളവർമ്മയാണ് ഇതിന്റെ പിന്നിലെന്ന് പുഷ്പരാജിന് എങ്ങനെ മനസ്സിലായി? ഡിവൈഎസ്പി ഹമീദ് ചോദിച്ചു. ഹോട്ടലിൽ ഞാൻ എമിൽ ഡിക്രൂസിനെ ചോദ്യം ചെയ്തപ്പോൾ ബാബുവിനെ കുറിച്ചുള്ള വിവരം കിട്ടി, പുഷ്പരാജ് തുടർന്നു. ബാബുവിനെ ഞാൻ ചോദ്യം ചെയ്തു. എനിക്ക് സംശയമുണ്ടായിരുന്ന ജഗദീഷ്, നാഗേന്ദ്രൻ, കേരളവർമ്മ എന്നിവരുടെ ഫോട്ടോകൾ ഞാൻ അവനെ കാണിച്ചു. അവയിൽ അവൻ കേരളവർമ്മയെ തിരിച്ചറിഞ്ഞു. ബാർമാനെ വിളിപ്പിച്ച് ചോദ്യം ചെയ്തപ്പോഴും ഫോട്ടോകൾ കാണിച്ചപ്പോഴും കേരളവർമ്മയാണ് അവൻ കാണിച്ചു തന്നത്. ഇതിൽ നിന്ന് ഈ കേസിലെ യഥാർത്ഥ കുറ്റവാളി അയാളാണെന്ന് ഞാൻ തീർച്ചയാക്കി. അതിനു മുമ്പ് എനിക്ക് ജഗദീഷിനെ സംശയമുണ്ടായിരുന്നു. പക്ഷേ രജനിയും അവനും തമ്മിൽ ബന്ധമില്ലെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ അവരെ ഞാൻ ഒഴിവാക്കി, പുഷ്പരാജ് തുടർന്നു. രജനിയെ 5 വാക്കി അയച്ചത് കേരളവർമ്മയായിരുന്നു. അതിന് കൂട്ടുനിന്നത് ബാബുവും ബാർമാനുമായിരുന്നു. എമിൽ ഡിക്രൂസ് അവളെ ഹോട്ടലിൽ വെച്ച് കടന്നു പിടിച്ചപ്പോൾ ബാബുവാണ് അവളെ എമിലിന്റെ കയ്യിൽ നിന്നും വിടുവിച്ചത്. ബാബുവിന് ഇതില് നല്ലൊരു കൈയുണ്ടായിരുന്നു. കേരളവർമ്മ തന്റെ കൈവശമുണ്ടായിരുന്ന ലക്ഷ്മണന്റെ പ്രതിമ കൈമോശം വന്നുവെന്ന് പറഞ്ഞത് കള്ളമായിരുന്നു. കൂടാതെ അയാളായിരുന്നു കാര്യദർശി വിക്രമൻ നായരെ കൊലപ്പെടുത്തിയത്. വിക്രമൻ നായരിൽ നിന്നാണ് അയാൾ പ്രതിമകളിലുള്ള രഹസ്യം മനസ്സിലാക്കിയത്. ഉസ്മാൻ ഈ കേസിൽ ഒരു പ്രധാന കണ്ണിയാണ്. ഉസ്മാൻ ഇല്ലായിരുന്നുവെങ്കിൽ അഞ്ജുവിനെ ജീവനോടെ ലഭിക്കില്ലായിരുന്നു. വർമ്മ അവളെ കഴുത്ത് ഞെരിച്ച് കൊല്ലുമായിരുന്നു. അഞ്ജുവിനെ രക്ഷിച്ച ഒറ്റ കാരണം കൊണ്ട് ഉസ്മാനെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. അയാൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. അയാൾ മോഷ്ടിച്ച കാറിന്റെ വില കൊടുക്കുവാൻ തയ്യാറാണ്. പിന്നെ രജനിയെ കൊണ്ട് കാര്യം സാധിക്കാതെ വന്നപ്പോൾ കേരളവർമ്മ വേലക്കാരിയെ സ്വാധീനിച്ചു. അവളിൽ കൂടി അയാൾ പ്രതിമ കവർന്നെടുത്തു. അത് കയ്യിൽ കിട്ടിയ ഉടൻ തന്നെ നിധിയെടുക്കുവാൻ അയാൾ കുതിച്ചു കഴിഞ്ഞു. അതിൽ നിന്നും ലക്ഷ്മണന്റെ പ്രതിമ നഷ്ടപ്പെട്ടുവെന്ന് അയാൾ പറഞ്ഞത് വരാൻ പോകുന്ന കുറ്റങ്ങളിൽ തനിക്ക് പങ്കില്ലെന്നും അയാളെ സംശയിക്കാതിരിക്കുവാനും വേണ്ടിയായിരുന്നു. പക്ഷേ ജഗദീഷ് ഒരു രഹസ്യം ചോർത്തിയെടുത്തു. ഷക്കീല പഠിക്കുന്ന കോളേജിൽ നിന്നും അവൾ ഒരു ഹിന്ദു ആണെന്നുള്ള രഹസ്യം അയാൾ കണ്ടുപിടിച്ചു. കൂടാതെ പ്രതിമയുടെ രഹസ്യം ജഗദീഷും നാഗേന്ദ്രനും മനസ്സിലാക്കിയിരുന്നു. അവർ മനസ്സിലാക്കിയതും വിക്രമൻ നായരിൽ നിന്നായിരുന്നു. വസ്തുക്കൾ ഭാഗം വെച്ച് കഴിഞ്ഞപ്പോൾ വിക്രമൻ നായരെ അവർ സ്വാധീനിച്ചു. അയാളിൽ നിന്നും പ്രതിമയുടെ രഹസ്യം അറിഞ്ഞു. എന്നാൽ കേരളവർമ്മ അയാളെ കൊല്ലുകയും അയാളുടെ കയ്യിലുണ്ടായിരുന്ന 1,00,000 രൂപ അപഹരിക്കുകയും ചെയ്തു, പുഷ്പരാജ് വിശദീകരിച്ചു. ഷക്കീല ജഗന്നാഥവർമ്മയുടെ മകളാണെന്ന വിവരം നാടാകെ അറിഞ്ഞു കഴിഞ്ഞു. ഉസ്മാനെ വർമ്മ വിളിച്ചു വരുത്തി. മിസ്റ്റർ ഉസ്മാൻ, ഇത്രയും കാലവും നിങ്ങൾ എൻ്റെ മകളെ വളർത്തി. അവളെ ഒരു രാജകുമാരിയെ പോലെ തന്നെയാണ് വളർത്തിക്കൊണ്ടുവന്നത്. അതിന് എന്ത് പാരിതോഷികം നൽകണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്താണ്, ചോദിച്ചോളൂ, വർമ്മ ആവശ്യപ്പെട്ടു. ഉസ്മാൻ കുറേ സമയത്തേക്ക് ഒന്നും സംസാരിക്കാതിരുന്നു. ഞാൻ ആ കുട്ടി എൻ്റെ സ്വന്തമായി വളർത്തിയെങ്കിലും അവളെ ഞാൻ ഒരു മുസ്ലിം ആക്കിയില്ല. അതിൻ്റെ കാരണം ആ കൊച്ചുകുട്ടിയെ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ നയിക്കുന്നത് ശരിയല്ലെന്ന് കരുതി. എന്നാൽ അവൾ വളർന്നിട്ട്. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു നോവലുമായി നാളെ കാണാം. നന്ദി.